നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ സത്യം സത്യം എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെക്കുറിച്ചാണ് പറയുന്നത്. ഗാന്ധിജിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കേട്ട് പഠിക്കാം. സഞ്ചാരത്തിനിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി. പ്രഭാതത്തിലാണ് ബാബുജി അവിടെ എത്തിയത്. അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പഠനം തുടങ്ങാനുള്ള സമയമായി. കുട്ടികൾ എത്തുന്നതേയുള്ളൂ. ഗാന്ധിജി ക്ലാസ് മുറിയിലേക്ക് ചെന്നു. അദ്ദേഹം ഓരോരുത്തരെയും ശ്രദ്ധിച്ചു. കുട്ടികൾക്ക് ഒരു കാര്യം വ്യക്തമായി. നേരം വൈകിയത് ശരിയായോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഒരു കുട്ടി പറഞ്ഞു, ബാബുജി ക്ഷമിക്കണം, മഴ കാരണമാണ് ഞങ്ങൾ വൈകിയത്. ഗാന്ധിജി പുഞ്ചിരിച്ചു. മഴ എങ്ങനെയാണ് വൈകാൻ കാരണമാവുക? അത് അതിൻ്റെ കർമ്മം ചെയ്യുന്നു. എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു, ജോലി മറക്കുന്നു. അതല്ലേ സത്യം? ഒരു വലിയ ചിന്ത കുട്ടികളിൽ മുളച്ചു. ഇനി വൈകി വരില്ലേ ബാബുജി? അവർ ഏക സ്വരത്തിൽ പറഞ്ഞു. ഗാന്ധിജി നിശബ്ദനായി. കുട്ടികളും. പെട്ടെന്ന് ഗാന്ധിജി ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ എപ്പോഴും നേര് പറയുന്നവർ എത്ര പേരുണ്ട്? കുറച്ച് കുട്ടികൾ കൈ പൊക്കി. വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അതെത്ര പേർ കാണും? 4 കുട്ടികൾ പെട്ടെന്ന് കൈ പൊക്കി. ഗാന്ധിജി ചിരിച്ചു. ക്ലാസ് നിശബ്ദമാണ്. ഗാന്ധിജി എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ചില കുട്ടികൾ കൂടി കൈപൊക്കി. 5, 6, 7 കൈകൾ ഉയരുകയാണ്. വിദ്യാലയത്തിലെ അധ്യാപകർ പകച്ചു. കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് അദ്ദേഹം എന്തു വിചാരിക്കും? അപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈകൾ പൊക്കി കഴിഞ്ഞിരുന്നു. മിടുക്കർ. ഗാന്ധിജി അവരെ അഭിനന്ദിച്ചു. അധ്യാപകർ പകച്ചു നിന്നു. ഗാന്ധിജി തുടർന്നു. വല്ലപ്പോഴും കള്ളം പറയുന്നുവെന്ന് കുട്ടികൾ സമ്മതിക്കുന്നു. അതുതന്നെ വലിയ സത്യം പറച്ചിലല്ലേ? കുട്ടികളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ഗാന്ധിജി പറഞ്ഞു, ഒരിക്കലും കള്ളം പറയരുത്. കുട്ടികൾ സമ്മതപൂർവ്വം തലയാട്ടി. ഗാന്ധിജി തുടർന്നു, സത്യം പറയുന്നവർ എപ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചമാകും. നാളത്തെ വലിയ മനുഷ്യർ ഇന്നത്തെ കുട്ടികളാണ്. ഇങ്ങനെ പറഞ്ഞ് കുട്ടികളെ ആശീർവദിച്ച ശേഷം ഗാന്ധിജി യാത്രയായി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ സത്യം മാത്രം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.